എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. സ്നേഹം എന്നത് എത്ര കൊടുത്താലും തീരുന്നതല്ല, അത് കൊടുക്കുന്തോറും വർദ്ധിക്കുന്നതാണ്. വിദ്യ എപ്രകാരമാണോ കൊടുക്കുന്തോറും വർദ്ധിക്കുന്നത്, അപ്രകാരം തന്നെയാണ് സ്നേഹവും. സ്നേഹം കൊടുക്കുന്തോറും വർദ്ധിക്കുന്ന ഒരു വികാരമാണ്. അതിനാൽ ഒരു കവി പറയുന്നു, നൽകിയാൽ തീരില്ല സ്നേഹം സദാ പൂർണ്ണതയായി തന്നിരിക്കും. പൂർണ്ണത എന്നാൽ എടുത്താൽ കുറയാത്ത പൂർണ്ണതയാണതിൻ രൂപം. സ്നേഹത്തിൻ്റെ സ്വരൂപം എന്താണ് എന്ന് വിസ്തരിച്ച് നമുക്ക് കാണിച്ചു തരികയാണ്. നൽകിയാൽ തീരില്ല സ്നേഹം. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തീരുന്നതല്ല. കുറച്ച് സമ്പത്തോ മറ്റു വസ്തുക്കളോ ആണെങ്കിൽ അത് നാം കൊടുക്കും തോറും ഇവിടെ കുറഞ്ഞു വരും. എന്നാൽ സ്നേഹമാകട്ടെ നാം കൊടുക്കും തോറും നമ്മുടെ മനസ്സിൽ അത് ഉറവ എടുക്കുന്നതാണ്. ആ സ്നേഹം ഒഴുകി വരുന്ന ആ ദ്വാരം വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ മുതലായവ കൊണ്ട് അടയ്ക്കാതിരുന്നാൽ മതി. സ്നേഹം നമ്മുടെ മനസ്സിൽ നിന്നും പുറത്തേക്ക് ഒഴുകി വരിക അതിൻ്റെ സ്വഭാവമാണ്, സഹജമായ സ്വഭാവമാണ്. എന്നാൽ ആ ഒഴുക്കിനെ തടയാൻ ചില കീടങ്ങൾ നമ്മിൽ തന്നെയുണ്ട്. നമ്മുടെ മനസ്സ് ലോക വിഷയങ്ങളിലേക്ക് ഒഴുകുമ്പോൾ, വിഷയങ്ങൾ ഏതൊക്കെയാണ്? ശബ്ദ, സ്പർശ, രൂപരസഗന്ധങ്ങൾ. ഇവയിലാണ് സുഖം എന്ന് കരുതി അവയുടെ പിന്നാലെ പോകുമ്പോൾ അവയ്ക്കെല്ലാത്തിൽ നിന്നും നമുക്ക് ദ്വന്ദ്ങ്ങൾ അനുഭവമാകും. സുഖം എവിടെയുണ്ടോ അവിടെ ദുഃഖവുമുണ്ട്. വിജയമുണ്ടെങ്കിൽ പരാജയമുണ്ടാകും. ഇഷ്ടമുണ്ടെങ്കിൽ വെറുപ്പ്, അനിഷ്ടമുണ്ടാകും. ഇപ്രകാരം വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം വികാരങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങി മനസ്സ് സഞ്ചരിച്ചു കഴിയുമ്പോൾ ഈ കൂട്ടുകാരെയും പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. ആ കൂട്ടുകാരാണ് സ്നേഹത്തിൻ്റെ ഒഴുക്കിനെ തടയുന്നത്. അത് നാം ശ്രദ്ധിക്കേണ്ടതുമാണ്. അതിനാൽ സ്നേഹം നൽകിയാൽ തീരില്ല സ്നേഹം സദാ പൂർണ്ണതയായി തന്നെ ഇരിക്കും. എല്ലാ സമയത്തും സ്നേഹം പൂർണ്ണമായി തന്നെ ഇരിക്കുകയാണ്. അതിൽ നിന്ന് എടുത്തു കൊടുത്താലും അത് അപ്രകാരം തന്നെയാണ്. പൂർണ്ണത എന്നാൽ എടുത്താൽ കുറയാത്ത പൂർണ്ണതയാണ് അതിൻ രൂപം. പൂർണ്ണത എന്ന് പറഞ്ഞാൽ എന്താ? എടുത്താൽ കുറയാത്ത, എടുത്തു കഴിഞ്ഞാൽ കുറയാത്തതെന്തോ അതാണ് പൂർണ്ണത. ആ സ്നേഹത്തിൻ്റെയും സ്വഭാവം പൂർണ്ണതയാണ്. നാം ഒരു കിണറ്റിൽ ഒരു ബക്കറ്റ് വെള്ളം കോരിയെടുത്തു എന്ന് വിചാരിക്കും. ഒരു ബക്കറ്റ് വെള്ളം നാം കോരിയെടുക്കുമ്പോൾ ആ വെള്ളം കോരിയ സ്ഥലത്ത് ഒരു കുഴിയും ഉണ്ടാവുകയില്ല, അവിടെ ഒരു വിടവും ഇല്ല. തൽസ്ഥാനത്തേക്ക് മറ്റു ഭാഗങ്ങളിൽ നിന്നും വെള്ളം ആ മുക്കിയ ഭാഗത്തെ പൂർണ്ണമാക്കുന്നു, അവിടെ വന്ന് നിറയുന്നു. എന്നാൽ കുറേ അധികം വെള്ളം നാം കോരുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയും. അതിന് കാരണം എന്താ? കിണറ്റിലെ ഉറവ എടുക്കുന്നതിൻ്റെ കൂടുതൽ വെള്ളം കോരുകയാണെങ്കിൽ അളവ് കുറയും. പക്ഷേ 4 ഭാഗത്ത് നിന്നും വെള്ളം ഉറവയ്ക്കനുസരിച്ചാണ് നാം കോരുന്നതെങ്കിൽ നാം കോരിയാൽ ഒരിക്കലും അതിലെ വെള്ളം തീരുകയില്ല, അത് അത്ര തന്നെ അവശേഷിക്കും. അപ്രകാരം തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെയും അവസ്ഥ. മനസ്സിൽ നിന്ന് എത്ര കണ്ട് സ്നേഹം പുറത്തേക്ക് ഒഴുകുന്നുവോ അത്ര കണ്ട് സ്നേഹം ആത്മാവിൽ നിന്നും ഊറി ഊറി മനസ്സിലേക്ക് ഒഴുകി വരുന്നു. ആത്മാവിൻ്റെ സ്വഭാവം, സ്വരൂപം ഇത് സ്നേഹം തന്നെയാണ്. സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്.
അതിനാൽ സ്നേഹസ്വരൂപികളെ എന്ന് പല ആചാര്യന്മാരും തൻ്റെ വത്സല ശിഷ്യന്മാരെ സംബോധന ചെയ്യാറുണ്ട്. നാം എല്ലാം സ്നേഹസ്വരൂപികളാണ്. അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ സ്നേഹസ്വരൂപികളാണ്. അവർ സ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ്. അപ്രകാരം നമ്മുടെ മനസ്സും വിഷയതലത്തിൽ നിന്നും വിട്ട് ആത്മതലത്തിലേക്ക് വരുമ്പോൾ പിന്നെ സ്നേഹമല്ലാതെ മറ്റൊന്നും തന്നെ അവിടെയില്ല. അതിനാൽ സ്നേഹത്തിൻ്റെ സ്വരൂപം പൂർണ്ണതയാണ്. നൽകിയാൽ തീരില്ല സ്നേഹം സദാ പൂർണ്ണതയായി തന്നെയിരിക്കും. നൽകിയാൽ തീരില്ല സ്നേഹം സദാ പൂർണ്ണതയായി തന്നിരിക്കും. പൂർണ്ണത എന്നാൽ എടുത്താൽ കുറയാത്ത പൂർണ്ണതയാണതിൻ രൂപം.